നമ്മൾ കോർപ്പറേറ്റ്സായിട്ട് കൂട്ടുകൂടുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുമല്ലോ. അവർ ഭയങ്കരമായിട്ട് പഠിച്ചാണല്ലോ പല കാര്യം ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി എങ്ങനെയാണ് ബ്രാൻഡ് അക്യൂർ ചെയ്യേണ്ടത്, എങ്ങനെ ബ്രാൻഡിനെ വില കുറച്ച് അക്യൂർ ചെയ്യാം. ഇതൊക്കെ ഞാൻ 9 മാസം 10 മാസത്തിൻ്റെ പുറകെ നടന്നപ്പോൾ നമുക്ക് കൂടുതൽ മിടുക്കന്മാരുടെ കൂടെ കൂടുമ്പോഴാണ് നമുക്ക് കോർപ്പറേറ്റ്സിൻ്റെ സ്വഭാവം. അപ്പോൾ ഞങ്ങളും അങ്ങനത്തെ കാര്യങ്ങളായിട്ട് ഇപ്പോൾ ഇറങ്ങിയിരിക്കുകയാണ്. അടുത്ത ഡൈവേഴ്സിഫിക്കേഷനിലേക്ക് പോകും. അതെ, അപ്പോൾ ഞങ്ങളിപ്പോൾ ഈ പറഞ്ഞ വിപ്രോ അക്വയർഡ് ദ ബ്രാൻഡ്. അപ്പോൾ ഞങ്ങൾ മാനുഫാക്ചർ ചെയ്യുന്നു, വിപ്രോ മാർക്കറ്റ് ചെയ്യുന്നൊരു മോഡലാണ് ഇപ്പോൾ പോകുന്നത്. അപ്പോൾ ലൈക്ക് പാർട്ട്നേഴ്സ്, അങ്ങനെയാണ് വിപ്രോ ഞങ്ങൾ പാർട്ട്നേഴ്സിനുള്ള തുല്യ ബഹുമാനം. അവർ നല്ല റെസ്പെക്റ്റ് ചെയ്യുന്നു, ഞങ്ങൾ സാധനം കൊടുക്കുന്നു, നമ്മൾ റിലാക്സ്ഡ് ആണ്, വലിയ ജോലിയൊന്നുമില്ല. അപ്പോൾ അങ്ങനെ പോകുന്നു. അപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് ജോലി വേണമെന്ന് തോന്നിയിട്ട് ഇപ്പോൾ ഞങ്ങൾക്ക് നോൺ കോമ്പീറ്റ് ഉണ്ട്. 5 വർഷത്തേക്ക് സെയിം പ്രൊഡക്റ്റ് ചെയ്യാൻ പാടില്ല. അപ്പോൾ എനിക്ക് ഇനി 2 വർഷം കൂടി ഉണ്ട്. അപ്പോൾ വി ആർ ജസ്റ്റ് ഡൂയിങ് ദെൻ. ബട്ട് ഞങ്ങൾ വേറെ കമ്പനി ഫോം ചെയ്തു. നമ്മൾ കോർപ്പറേറ്റ്സായിട്ട് കൂട്ടുകൂടുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുമല്ലോ. അവർ ഭയങ്കരമായിട്ട് പഠിച്ചാണല്ലോ പല കാര്യം ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി എങ്ങനെയാണ് ബ്രാൻഡ് അക്യൂർ ചെയ്യേണ്ടത്, എങ്ങനെ ബ്രാൻഡിനെ വില കുറച്ച് അക്യൂർ ചെയ്യാം. ഇതൊക്കെ ഞാൻ 9 മാസം 10 മാസത്തിൻ്റെ പുറകെ നടന്നപ്പോൾ നമുക്ക് കൂടുതൽ മിടുക്കന്മാരുടെ കൂടെ കൂടുമ്പോഴാണ് നമുക്ക് കോർപ്പറേറ്റ്സിൻ്റെ സ്വഭാവം. അപ്പോൾ ഞങ്ങളും അങ്ങനത്തെ കാര്യങ്ങളായിട്ട് ഇപ്പോൾ ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളിപ്പോൾ ഒരു 8 ബ്രാൻഡോളം ഞങ്ങൾ അക്യൂർ ചെയ്തിട്ടുണ്ട്. അത് ഒരു 2 മാസം 3 മാസത്തിനുള്ളിൽ എല്ലാം ലോഞ്ച് ആവും. ഞങ്ങളത് വളരെ സീക്രട്ടായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ കമ്പനി ലോഞ്ച് ചെയ്തു. ഞങ്ങൾ പൾസസ് ഉണ്ട്, അങ്ങനെ പല കമ്പനികളും ഞങ്ങൾ അക്യൂർ ചെയ്തിട്ടുണ്ട്. അക്യൂർ ചെയ്ത് വലിയ ബ്രാൻഡ്സാണ്. അത് 8 ബ്രാൻഡോളം ഇപ്പോൾ അക്യൂർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പുതിയ കാര്യങ്ങളുമായിട്ട്, അതുപോലെ തന്നെ നിത്യോപക സാധനങ്ങൾ തന്നെ വ്യത്യസ്തമായിട്ട് നോൺ ഫുഡുകൾ ബ്രാൻഡ്സ്, അപ്പോൾ അതൊക്കെ ലോഞ്ച് ചെയ്യുന്നതിൻ്റെ ഒരു അതെല്ലാം ഒരു 95% ജോലി കഴിഞ്ഞു. ഒരു 5-8 കമ്പനികളുടെ അക്യൂറിങ്ങിൻ്റെ സൈനിങ് എല്ലാം കഴിഞ്ഞു. FMCG തന്നെയാണ്. അതാണ് കുറച്ചുകൂടി നമുക്ക് എളുപ്പമുള്ള സംഭവം. അപ്പോൾ എക്സ്പോർട്ട് ഒരു മാസം ഒരു 70 to 100 കണ്ടെയ്നേഴ്സ് ഒക്കെ എക്സ്പോർട്ട് ചെയ്യാവുന്ന ബ്രാൻഡ്സാണ് ഇപ്പോൾ നമ്മൾ അക്യൂർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ദൈവം അനുഗ്രഹിച്ചാൽ തീർച്ചയായിട്ടും ആ ഒരു സംവിധാനം നിർഭര KKR അങ്ങനെ പോകുമ്പോഴും അതിനൊക്കെ വലിയൊരു സംരംഭമാക്കാൻ പറ്റും എന്നുള്ള ലെവലിൽ തന്നെയാണ് ഇപ്പോൾ നമ്മൾ ഉറച്ചുകൂടി. കാരണം പല കാര്യങ്ങളും പഠിക്കുകയാണല്ലോ. നമ്മുടെ പ്രശ്നങ്ങളിൽ നിന്നാണ് നമുക്ക് എന്താണ് നമ്മൾ ചെയ്ത കുഴപ്പം, മുമ്പൊക്കെയുണ്ടായ കുഴപ്പം എന്താണ്, ഞങ്ങൾ എന്താണ് അടുത്തത് ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കുന്ന എപ്പോഴും നമ്മൾ ഇങ്ങനത്തെ വലിയ വലിയ ആൾക്കാരുമായിട്ടുള്ള അസോസിയേഷൻ നമ്മളെ പഠിപ്പിക്കും. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.